ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നു. ശാന്തി സമാധാനം പകർന്നു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്കിന്ന് നോക്കാം. ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്താണ്? ഈ മാസത്തിൻ്റെ ആരംഭവും ഈ വർഷത്തിൻ്റെ അവസാനം കൂടിയാണ് ഈ ഒരു മാസം. ഓക്കെ, യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ്? ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഒരു ഉണർവിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഒരുപാട് മാനസികമായ പ്രശ്നങ്ങൾ സംഭവിച്ച് അന്ധകാരത്തിലായിരുന്നത്, അതിൽ നിന്നും പുറത്തു വരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ എന്തുകൊണ്ടാണ് കൗൺസിലർ എന്നുള്ള കാർഡ്സ് വന്നിരിക്കുന്നത്? ഇവിടെ സ്ട്രെങ്തിൻ്റെ കാർഡാണ്, അതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുവാൻ പോകുന്നു. അനുഭവിക്കുന്നതായിട്ടുള്ള ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് മാനസിക ആരോഗ്യമില്ലാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. നമ്മൾ നേരിടുന്നതായിട്ടുള്ള പല പ്രതിസന്ധിക്കും കാരണം നമുക്ക് അതിനെ നേരിടാനുള്ള മാനസിക ധൈര്യം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും മാലാഖമാരുടെ അല്ലെങ്കിൽ ഒരു ദൂതൻ്റെ ഒരു കൗൺസിലിംഗ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ യൂണിവേഴ്സ് നൽകുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഇൻറ്റ്യൂഷൻ പവർ ലഭിക്കുന്നതാണ്. അവൻ്റെ സോള് തന്നെ നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ ശക്തിപ്പെടണം എന്ന് നിരന്തരമായിട്ട് നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാകുന്നതാണ്. ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുണ്ടാകും. അങ്ങനെയുള്ള ശക്തി കുറയുന്ന വ്യക്തികൾക്ക് ഇതുപോലെയുള്ള ടാരോ റീഡിങ്, ഒരുപാട് ടാരോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ഉണർവിൻ്റെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മുന്നോട്ട് യാത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ശക്തി ആവശ്യമാണ്. ഇങ്ങനെ മാനസികമായി തളർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ സ്പിരിച്വലായിട്ട് സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലേക്കൊരു കൗൺസിലറെ സൃഷ്ടിക്കാൻ പോകുന്നു. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ സോള് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു എനർജിയെ ഇവിടെ കാണിക്കുന്നു. നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഡിവൈൻ പവർ, യൂണിവേഴ്സിൻ്റെ ഒരു ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏതു കാര്യത്തിനും പരിഹാരവുമായിട്ട് ഒരു ദൂതൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നു. ഇവിടെ ഒരു ചാവി നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഏത് പ്രതിസന്ധിയിൽ നിങ്ങൾ അടച്ചു നിൽക്കുന്നുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടാതിരിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ, ഇതുവരെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും അത് ലഭിക്കാതെ നിൽക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് ഇവിടെ ചാവിയുമായി ദൂതൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. അതിനുള്ള പോംവഴിയുമായിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് ചില ഐഡിയാസ് നിങ്ങളുടെ മുന്നിൽ തെളിയാൻ പോകുന്നു. ചില കാര്യങ്ങൾ ബാലൻസ് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു എനർജി ആണെങ്കിൽ അത് എല്ലാം ബാലൻസിങ്ങിൽ വരുന്ന ഒരു എനർജി കാണുന്നു. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളിൽ ചില സന്തോഷങ്ങൾ, ആഘോഷങ്ങൾ വന്നു ചേരുന്നു. ചില വ്യക്തികൾക്ക് ജോലിപരമായിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിക്കുള്ള ഒരു സാധ്യത വന്നു ചേർന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ചില ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കാതെ മാറി നിന്നിരുന്ന ചില അവസ്ഥകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾക്ക് പോലും സംസാരിക്കാനുള്ള ശക്തി ഇല്ലാണ്ട് പേടിച്ച് പിന്മാറി നിന്നിരുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾ പൊതുമധ്യത്തിൽ സംസാരിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന ഒരു എനർജി, ഒരു മാറ്റം, ഒരു ഉണർവാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു. ഇതുവരെയും നിങ്ങൾ ചില കാര്യങ്ങൾ, ചില സ്ഥലങ്ങളിൽ നോ എന്ന് പറയാൻ പറ്റാതെ നിങ്ങൾ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ സ്വയം വേദനിച്ച് നിന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. നിങ്ങൾ സ്വയം ഒരു വിജയത്തെ കൊണ്ടുവരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
വിജയമാണ്, ഗ്രോത്താണ് വരുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം വന്നു ചേരാൻ പോകുന്നു. ചില ബിസിനസ്സുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾ വിദേശത്തേക്ക് യാത്ര, കടൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിലൊരു സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഓക്കെ, സാമ്പത്തിക ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അത് ഒരു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം, അതല്ലെന്നെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് നിങ്ങൾക്കിപ്പോൾ വരാൻ പോകുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് നിങ്ങളെ വിട്ടുപോയ വ്യക്തികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ മാറ്റുക. ഓക്കെ, ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് പുറത്ത് ആരോടും പറയാൻ കഴിയാത്തതായിട്ടുള്ള ചില വിഷമങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം നിങ്ങൾ മാറ്റാൻ പോകുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു കൗൺസിലിംഗ് നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിട്ട് നിങ്ങൾ വളരുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായി മാറുകയും ചെയ്യുന്നു. ചിലപ്പോൾ മെൻ്റലി ആയിരിക്കും മറ്റുള്ളവരെ നിങ്ങൾ കൗൺസിൽ ചെയ്യുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ടായിരിക്കും നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ പരോപകാരി മറ്റുള്ളവരെ കൂടി ഹെൽപ്പ് ചെയ്ത് അവരുടെ മാനസികത്തിനെ സ്ട്രോങ് ആക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളും സ്വയം സ്ട്രോങ് ആയി വരും. ഓക്കെ, നമ്മൾ എപ്പോഴും നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് കിട്ടണേ, എനിക്കിത് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് വെച്ച് സ്വാർത്ഥരായി മാറുന്ന ചില സാഹചര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇതിൽ ഭയങ്കരമായിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ടുള്ള മറ്റ് ചില കമൻറ്റുകളെ കണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ കമൻറ്റ് അയച്ചിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ, അവരുടെ പാർട്ട്ണർ അവരിലേക്ക് തിരിച്ചു വരണേ, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന യൂണിവേഴ്സിലേക്ക് പോയിട്ട് നിങ്ങളുടെ വായിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ അവരിൽ ക്രിയ ചെയ്തതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും ഇരട്ടിയായി നിങ്ങൾക്ക് അനുഗ്രഹം വരുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ചില വ്യക്തികൾ അതിന് തയ്യാറായി തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരുപാട് കമൻസിലൂടെ ഞാൻ കണ്ടിട്ടുമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചില വ്യക്തികൾ വന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കമൻറ്റുകൾ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്. നിങ്ങൾ ചില കാര്യങ്ങളിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് തളർന്ന അവസ്ഥ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് തളർന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്നും മാറ്റങ്ങൾ വരാൻ പോകുന്നു. കിങ് ഓഫ് പെൻറ്റിക്കിൾ. നിങ്ങൾ എത്രത്തോളം പ്രതിസന്ധി, എത്രത്തോളം കഠിനമായിരുന്നോ നിങ്ങളുടെ വിഷമങ്ങൾ, അതിനനുസരിച്ച് നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, ഇപ്പം ചൂട് എത്രത്തോളം കൂടുതലായിരുന്നു അത്രത്തോളം മഴയും നമുക്ക് ലഭിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രത്തോളം കാഠിന്യമായ പരീക്ഷണങ്ങളിൽ കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തെ കടത്തിവിട്ടിരുന്നത്, അത്രത്തോളം അനുഗ്രഹവും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഒരു എനർജിയാണ്. യൂണിവേഴ്സ് ഒന്നും കടം വയ്ക്കുകയില്ല. നിങ്ങൾ എന്തൊക്കെയാണോ അനുഭവിച്ചത് അതിൻ്റെ ഇരട്ടി അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഒരു പിടി വിത്താണ് നിങ്ങൾ വയലിൽ വിധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പിടിയായിട്ടല്ല തിരിച്ചു കിട്ടുന്നത്, ഇരട്ടിയായിട്ടാണ്, അതിൻ്റെ ഇരട്ടിയായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ എന്താണോ എത്രയാണോ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ അർപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി നന്മയുമായിട്ട് ഈ മാസം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു ഗുഡ് ഫോർച്യൂണാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, നല്ലൊരു കരിയർ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ചില വ്യക്തികൾക്ക് കരിയറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, മറ്റു ചില വ്യക്തികൾ ഉപരിപഠനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഉപരിപഠനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പുതുതായി തുടങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വീട് വയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വീട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു ഇതിന് തറക്കല്ലിടുന്നതാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുക്കുവാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം എന്താണോ, അത് ജോലിയായിരിക്കാം, വീടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കാം, അത് ഇവിടെ നമ്പർ 1 കാർഡ് വന്നിരിക്കുന്നു. അതിന് ഇന്നേ ദിവസം തുടക്കം കുറിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.
നമുക്ക് വേനൽക്കാലം എന്ന് പറയുന്നത് ഒരു ദിവസമല്ല, വേനൽക്കാലം കുറച്ച് ദിവസങ്ങളുടെ പ്രോസസ്സിംഗ് ആണ് നമുക്ക് വേനൽക്കാലമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നേ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാളെ തന്നെ അതിൻ്റെ പൂർണ്ണത കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇന്നേ ദിവസം തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ആണ്, നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇന്നേ ദിവസം മുതൽ ഉണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് കേൾ മീ മദർ യൂണിവേഴ്സ്. ചില വ്യക്തികൾക്ക് വീട് വിൽപ്പനയ്ക്കുള്ള സമയം ആയിരിക്കുന്നു. വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്ന വസ്തു ഏതെങ്കിലും വിൽക്കാൻ ആഗ്രഹിക്കുകയോ വാങ്ങാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇന്നേ ദിവസം മുതൽ ഏറ്റവും നല്ലൊരു സമയമായി കാണുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? പ്ലീസ് കേൾ മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറേ നാളായി കോൺഫ്ലിക്റ്റിലായിരുന്ന ചില കാര്യങ്ങൾക്ക് ഒരു അവസാനം വന്നിരിക്കുന്നു. ഓക്കെ, അതിന് ഓഫർ വന്നിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു, ഇതുപോലെ തകർന്ന മനസ്സോടുകൂടി കരഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു, ഒരു ഉണർവ് വന്നിരിക്കുന്നു, ഓഫർ നിങ്ങളെ തേടി എത്തിയിരിക്കുന്നു. ഓക്കെ, പേജ് ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ കോൺഫ്ലിക്റ്റായി കൊണ്ട് നടന്നിരുന്ന ചില കാര്യങ്ങൾക്ക് സിറ്റുവേഷൻ മാറി വന്നിരിക്കുകയാണ്. ചില വ്യക്തികൾ നിങ്ങളെ മനഃപൂർവ്വമായി ആക്രമിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കാം, മനഃപൂർവ്വമായി നിങ്ങളെ വേദനിപ്പിച്ചിരുന്ന ചില സന്ദർഭങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങൾക്കൊരു ഉണർവാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ട് ലൈഫിൽ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു മാറ്റം. ഓക്കെ, ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റം വന്നതോടുകൂടി, നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങുന്നതോടുകൂടി നിങ്ങളിൽ ജസ്റ്റിസ് വന്നു ചേരും. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ ഈ മാസത്തെ ഒരു റീഡിങ്. ഓക്കെ, ഈ മാസത്തെ അനുഗ്രഹങ്ങൾ, നിങ്ങളെ തേടിയെത്തുന്ന അനുഗ്രഹങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 12 വന്നിട്ടുണ്ട്. 3, 5, 14, 5, 14 ആവർത്തിച്ചു. 5, 10, 1, 1, 5. ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്നത് 5 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്. പ്ലീസ് കേൾ മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സോള് എൻ്റെ വ്യൂവേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്ന ട്രൂ മെസ്സേജ് എന്താണ്? പ്ലീസ് കേൾ മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് ദൈവം തന്ന ഒരു ഗിഫ്റ്റ് തന്നെ ആയിരുന്നു അവർക്ക്. എന്നാൽ നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയില്ല എന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആവശ്യമുണ്ട് എന്ന് അവർ നിങ്ങളോട് മെസ്സേജ് നൽകുന്നുണ്ട്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് കർമ്മയുടെ ഫലമാണെന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഫീൽ സോറി, നിന്നോട് ചെയ്ത കാര്യങ്ങൾക്ക് സോറി എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ട്, മാപ്പ് പറയുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ്, അതുകൊണ്ട് നിങ്ങളോടൊരു സോറി ഫീല് ഇപ്പോൾ അവർ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളേക്ക് കടന്നു വരണമെന്നും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം ചില വ്യക്തികൾ, അല്ലെന്നുണ്ടെങ്കിൽ മാനസികമായി ദൂരെ ആയിരിക്കാം. അടുത്ത് വരണമെന്നും നിങ്ങളെ വിട്ട് മറ്റേതെങ്കിലും കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായി പോയി നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അവർ വീണ്ടും നിങ്ങളോട് മാപ്പ് പറയുന്നു. നിങ്ങളെ വിട്ടു പോയതിന് അവർ മാപ്പ് പറയുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അവരോട് ക്ഷമിച്ചു കൊടുക്കണമെന്ന് അവർ ഈ ഒരു സമയത്ത് മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിൽ നിന്ന് ഒരുപാട് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. അത് സ്നേഹമാണെങ്കിലും സമയമാണെങ്കിലും അവരുടെ ഇമോഷണൽ പ്രോബ്ലം വരുന്ന സമയത്തെല്ലാം നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ അവർ ഗോസ്റ്റായി പോയ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, നിങ്ങൾ ആണ് അവരുടെ സ്ട്രെങ്ത്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. മാനസികമായിട്ടും നിങ്ങൾ അവർക്ക് എപ്പോഴും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള
മെസ്സേജുകളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സംഭവം ഇന്നലെയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് വഴക്കിട്ട് ചേസ് ചെയ്ത് കരഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ മെസ്സേജ് അല്ല. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ചേസ് ചെയ്യാതെ എപ്പോഴാണോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് സെൽഫ് ലവ് ചെയ്ത വ്യക്തികൾക്കുള്ള മെസ്സേജാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ പേഴ്സൻ്റെ മെസ്സേജാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമാകുമോ? ബിസിനസ് ആയാലും ജോലി ആയിരുന്നാലും റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 3 കാർഡാണ് വെക്കുന്നത്. ഓക്കെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഓക്കെ, നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ മനസ്സിൽ വിചാരിച്ച കാര്യം അവർക്ക് സാധ്യമാകുമോ? നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും സാമ്പത്തിക പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനിലോ നിങ്ങൾ ജഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജഗിൾ ചെയ്യുന്ന കാര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ അനുഗ്രഹിച്ചു കൊണ്ട് തന്നെ തന്നിരിക്കുന്നു. 9 ഓഫ് പെൻറ്റിക്കിളാണ്. 1 or 2 നിങ്ങൾ എപ്പോഴും ഏതെങ്കിലും 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കരമായി ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിറഞ്ഞു കവിയുന്ന ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു. സാമ്പത്തികം വന്നു ചേരാൻ പോകുന്നു. ജോലി സംബന്ധമായിട്ട് അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നു. റിലേഷൻ സംബന്ധമായിട്ട് അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഫസ്റ്റ് കാർഡിന് നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. രണ്ടാമത്തെ കാർഡുകാർക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ചില നെഗറ്റിവിറ്റീസ് നിങ്ങളെ പടർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓപ്പൺ ആകാതെ ഇരിക്കുന്ന ചില സമയം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചില ഇമോഷണൽ ചില വാതിലുകൾ നിങ്ങൾക്ക് തുറക്കുന്നില്ല എങ്കിൽ, ചില വ്യക്തികൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് കോള് മെസ്സേജ് ചെയ്യുന്നില്ല, നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു. അതല്ലെങ്കിൽ ചില ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ എത്രയൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടും നിങ്ങളെ വിളിക്കുന്നില്ല, എത്രയൊക്കെ കാത്തിരുന്നിട്ടും നിങ്ങളെ വിളിക്കുന്നില്ല, നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു എനർജിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾ നിൽക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു മാനസിക ചിന്തയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കുന്നത് കൊണ്ടാണ് ആ നെഗറ്റീവ് ചില വ്യക്തികളിൽ നിന്നും ചില വ്യക്തികൾ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതായി കാണുന്നു, നിങ്ങളുടെ മാനസികമായി തളർത്തുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ലഭിക്കില്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ അലട്ടുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ചില വ്യക്തികളുടെ നെഗറ്റീവ് വാക്കുകൾ നിങ്ങൾ കേൾക്കാതിരിക്കുക. നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് തന്നെ, പോസിറ്റീവായ കാര്യം നിങ്ങൾക്ക് സംഭവിക്കുമെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളങ്ങനെ വിശ്വസിച്ച് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിൽക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് തോട്ടിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ആയിട്ടുള്ള സമയം ഉണ്ടാകും. ഓക്കെ, ഒരു വിജയം നിങ്ങൾക്കുണ്ടാകും. ഓക്കെ, നിങ്ങൾ ജഗിൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു വിജയം ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡുകാർക്ക് റീബർത്ത് ആണ് വന്നിരിക്കുന്നത്. ജസ്റ്റിസ്. നിങ്ങൾ അനുഭവിക്കേണ്ടതായ ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ഹീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ പോകുന്നു. 10 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നു. കുടുംബപരമായി നിങ്ങൾ ഒന്നു ചേരാൻ പോകുന്നു. റിലേഷൻഷിപ്പ് സംബന്ധമായിട്ട് നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിലാണോ ഈ കാർഡ് സെലക്ട് ചെയ്തത് അവരുമായിട്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് മെൻ്റലി ഫിസിക്കലി ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. റീബർത്ത് ഉണ്ടായിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഹീൽ ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഹീൽ ചെയ്ത് എല്ലാം വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു. നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്നേഹിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള പ്രണയം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങളെക്കുറിച്ച് അവരെ നിരന്തരമായിട്ട് അഫർമേഷൻ ചെയ്യുവാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു. അത് യൂണിവേഴ്സാണ് പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത എന്ത് കാര്യമാണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നിങ്ങൾ കാത്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, എന്തായിരുന്നാലും മൂന്നാമത്തെ കാർഡിനും ഒന്നാമത്തെ കാർഡിനും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം 100-100 സംഭവിക്കുന്നതാണ്.
രണ്ടാമത്തെ കാർഡുകാർക്ക് നിങ്ങൾക്ക് സംഭവിക്കും. പക്ഷേ നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച കാര്യം സംഭവിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ മാസത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ. സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും വന്നു ചേരട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു വർഷ അവസാനം തന്നെ എല്ലാം ശരിയായി നിങ്ങൾ ഒന്നായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു.